കഴിഞ്ഞ ദിവസത്തെ പണിപ്പുര ടാസ്കിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങളിൽ കലാശിച്ചതുകൊണ്ട് ഇത്തവണ പണിപ്പുരയിൽ കയറാനുള്ള അവസരം ബിഗ് ബോസ് ചെറുതായിട്ടൊന്ന് മാറ്റി. അതായത് വൈൽഡ് കാർഡുകൾക്ക് കണ്ണ് കെട്ടിയാണ് പണിപ്പുരയിൽ കയറാനുള്ളത്. കണ്ണ് കെട്ടി പണിപ്പുരയിൽ കയറി സാധനങ്ങൾ എടുത്തിട്ട് പുറത്തിറങ്ങണം. ഇവരെ സഹായിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ നെവിന് ഒരാളെ തിരഞ്ഞെടുക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നു. അതനുസരിച്ച് നെവിൻ ബിന്നിയെ തിരഞ്ഞെടുക്കുന്നു. ബിന്നിയും നെവിനും വൈൽഡ് കാർഡിലുള്ള 5 പേരും കൂടി പണിപ്പുരയിൽ കയറുന്നു. അതിനുശേഷം നെവിനും ബിന്നിയും കൂടി ആ 5 പേരുടെയും കണ്ണ് കെട്ടിവിടുന്നു. കണ്ണ് കെട്ടി വിട്ടതിന് ശേഷം 3 ബസറുണ്ട്. മൂന്നാമത്തെ ബസർ അടിക്കുമ്പോഴാണ് എല്ലാവരും പുറത്തിറങ്ങേണ്ടത്. അങ്ങനെ ഇവർ കണ്ണ് കെട്ടി സാധനങ്ങൾ എടുക്കാൻ തുടങ്ങുകയാണ്. ആ എടുപ്പ് കണ്ടാൽ അറിയാം, ഈ പ്രവീണൊന്നും കണ്ണ് കെട്ടിയത് ശരിയായ രീതിയിലല്ല. പ്രവീൺ എല്ലാം കാണാമെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എടുത്തതും പ്രവീൺ തന്നെയാണ്. അങ്ങനെ പ്രവീൺ ഇതെല്ലാം എടുത്തിട്ട് പതുക്കെ അവിടുന്ന് രണ്ടാമത്തെ ബസർ കേട്ടപ്പോൾ തന്നെ ഇറങ്ങി. അപ്പോൾ ഉടനെ നമ്മുടെ വീട്ടുകാരെല്ലാവരും ഓടി വന്ന് നമ്മുടെ അക്ബറും അപ്പാനിയൊക്കെ ഓടി വന്ന് തർക്കിച്ചു. 2 ബസറേ ഉള്ളൂ എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ 3 ബസർ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ബസർ ആവുന്നതിന് മുമ്പ് പുറത്തിറങ്ങി എന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരുമായി വലിയ രീതിയിൽ തർക്കമായി. പെട്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, 3 ബസറുണ്ട്, മൂന്നാമത്തെ ബസറിനുള്ളിൽ പുറത്തിറങ്ങിയാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ 2 ബസർ കേട്ടപ്പോഴേ ഓൾറെഡി ഒരു പുറത്തിറങ്ങിയതുകൊണ്ട് പിന്നെ ഒരു അകത്ത് കയറിയില്ല. തർക്കിക്കാൻ വന്ന അപ്പാനി ശരത്ത് വെറും കോമാളിയായിട്ട് മാറിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരം സ്ഥിരമായ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.